വീണ്ടും വലിയ ചക്ക നടക്കുന്ന സമയത്തോടെ മേമ പറഞ്ഞ വീണ്ടും മുമ്പിലായിട്ട് നല്ല മൂവണ്ട മാങ്ങ നിൽക്കണെന്ന്. പിന്നെ ഒന്നും നോക്കില്ല, ഇന്നത്തെ കണ്ടന്റ് ഇതന്നെയെന്ന് വെച്ച് ഞാൻ ചേട്ടനും കൂട്ടി പോയി. ചേട്ടൻ മാമേറിട്ട് ഓരോ വാങ്ങിയിട്ട് നമ്മുടെ കൈ കിട്ടുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം വാങ്ങി നിലത്ത് വഴത് സേഫ് ആയി അനുഭവിച്ചിട്ടാ. കണ്ട ഒരു പരിക്കുമല്ലാണ്ട് സാധനം കിട്ടി. ഇത് നമ്മുടെ പാപ്പന്റെ മോനാട്ടാ, പേര് മനസ്സിൽ. അപ്പൊ ചക്ക മാങ്ങയും കൊണ്ട് അടുക്കളേക്ക് പോകാട്ടാ. അപ്പൊ പരിപാടി സ്റ്റാർട്ട് ചെയ്യല്ലേ. മാങ്ങയുടെ ഞെട്ട് പിടിച്ച് നല്ലവണ്ണം കഴുകി കത്തിയിട്ട് മുറിച്ചേക്ക് പണ്ട് നല്ല മൂത്ത മാങ്ങയൊക്കെ ക്ലീൻ ആക്കി നല്ലവണ്ണം വരട്ടെടുക്കട്ടെ നമ്മള്. അത് കഴിഞ്ഞ് മാങ്ങ എടുത്ത് ഒരു ഇലയിലിട്ടൊരു കറക്കിറക്കി. അടുത്തതായി ഉപ്പും മുളകും ചാർത്തണ പരിപാടി കേട്ടാ. അതിനായി പാത്രത്തിൽ നിന്ന് ഉപ്പ് എടുത്തൊരു വിതറി മിളക് കൊടുത്തൊരു വിതറി പിന്നെ അതിൽ മാങ്ങനെ അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തു. പിന്നെ ഒരു ക്ലീൻ ആയ കവർ എടുത്തിട്ട് 3 മാങ്ങനെ നമ്മൾ സൂക്ഷിച്ച് അതിൽ വെച്ചുട്ടാ. ഇനി ആ മാങ്ങനെ നമ്മൾ ശ്വാസം പിടിച്ച് കൊല്ലാൻ പോകട്ടാ. അമ്മിക്കലെടുത്ത് ചതച്ചൊരു വീടാക്കി ഞാൻ അതിനെ. നമ്മുടെ മാങ്ങ റെഡി ആയിട്ടാ. മാങ്ങ എടുത്ത് നമ്മളൊരു വാഴലേക്കാട്ടാ തട്ടിയ കിടിലം വേണം ശരിക്കും വായിൽ കപ്പലോടി. ഫസ്റ്റ് നമ്മുടെ മാധവേട്ടനാട്ട ടേസ്റ്റ് കൊടുത്ത വേറെ ആരല്ല എന്റെ അച്ഛനാ. കിടിലായിട്ടെന്നാ പറഞ്ഞേ. പിന്നെ നമ്മള് കൂട്ടത്തില് പീക്കിനേട്ടാ വിളിച്ചേ. അവനാണെങ്കിൽ അഭിചാട്ടുണ്ടാക്കണ എന്തും ഇഷ്ടായി ഇതും ഇഷ്ടായി. വീഡിയോ ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ. പിന്നെ എന്താ നോക്കണേ, മാങ്ങാക്കാലാണ് പോയി പൊട്ടിക്ക് എന്നിട്ട് കഴിക്കങ്ങട്ട്.